ഹലോ പ്രിയപ്പെട്ടവരെ, പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടിയ കളിയിൽ ചെൽസിക്ക് തോൽവി. 1-3 ഗോളുകൾക്കാണ് ചെൽസി സിറ്റിയോട് തോൽവി ഏറ്റുവാങ്ങിയത്. ഇതോടെ പ്രീമിയർ ലീഗിൽ 4-ാം സ്ഥാനത്തേക്ക് സിറ്റി എത്തി. ചെൽസി തോൽവിയോടെ 6-ാം സ്ഥാനത്തായി. ലിവർപൂളും ഇപ്സ്വിച്ച് ടൗണും തമ്മിൽ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് ലിവർപൂൾ വിജയിച്ചത്. വിജയത്തോടെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് ലിവർപൂൾ ഏകദേശം ഉറപ്പിച്ച അവസ്ഥയിലാണ്. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുൾഹാമിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചു. യുണൈറ്റഡിന്റെ അർജന്റീനിയൻ സെന്റർ ബാക്ക് മാർട്ടിനസ് ആണ് 1 ഗോൾ നേടിയത്. പ്രീമിയർ ലീഗിലെ 2-ാം സ്ഥാനത്തുള്ള ആർസണൽ വൂൾസിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിന് വിജയിച്ചു. എന്നാൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും മാഞ്ചസ്റ്റർ സിറ്റിയുമാണ് ആർസണലിന് എതിരാളികളായി തൊട്ടുപുറകിലുള്ളത്. ഇതോടെ പ്രീമിയർ ലീഗ് മാച്ചസ് അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുകയാണ്. പ്രീമിയർ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനം ലിവർപൂളും 2-ാം സ്ഥാനം ആർസണലും 3-4 സ്ഥാനങ്ങളിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും മാൻ സിറ്റിയുമാണ്. ലാ ലിഗയിൽ റിയൽ മാഡ്രിഡിന് വിജയം. എംബാപ്പയുടെ ഹാട്രിക്കിന്റെ തിളക്കത്തിലാണ് റിയൽ മാഡ്രിഡ് റിയൽ വല്ലഡോലിഡിനെതിരെ വിജയിച്ചത്. ഈ ജയത്തോടെ 49 പോയിന്റുമായി റിയൽ മാഡ്രിഡ് ലാ ലിഗയുടെ തലപ്പത്താണ്. 2-3 സ്ഥാനങ്ങളിൽ അത്ലറ്റിക്കോ മാഡ്രിഡും ബാർസയുമാണ്. വലൻസിയയെ 1-7 ഗോളുകൾക്കാണ് ബാർസ കഴിഞ്ഞ ദിവസം തോൽപ്പിച്ചത്. ലാ ലിഗയുടെ ടൈറ്റിൽ റേസിലേക്ക് ഈ മത്സരത്തിലൂടെ തങ്ങളുമുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ബാർസലോണ. കൂടുതൽ കായിക വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.